പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജനുവരി 26-ാം തീയതിയാണ് റിപ്പബ്ലിക് ദിനം. ഭാരതം പരമാധികാര രാഷ്ട്രമായി മാറി എന്നതിൻ്റെ ഓർമ്മ ദിനം. ആരുടെ അധികാരത്തിന് കീഴിലാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്നുള്ള ഒരു തിരിച്ചറിവും തെളിച്ചവും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് സമർപ്പിക്കുന്നത്. അടിമകളാണെന്ന് എന്തിൻ്റെയൊക്കെയോ ആരുടെയൊക്കെയോ അടിമകളായിട്ട് നമുക്കിപ്പോഴും ജീവിക്കേണ്ടി വരുന്നുണ്ട്. പല നിയമങ്ങളുടെയും പല മനുഷ്യരുടെയും മുൻപിൽ ഇങ്ങനെ തലകുനിച്ച് തിരിച്ചൊന്നും പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന ഒരു കാലമാണിത്. ആ സമയത്താണ് കർത്താവ് നമ്മളോട് പറയണത്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം പറയണ കാര്യമാണ്. നിങ്ങൾ പറയുന്നു നിങ്ങളെ സ്വതന്ത്രരാണെന്ന്. എന്നാൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ചങ്ങലക്കെട്ടുകളിൽ കുരുങ്ങിക്കിടക്കാതെ സത്യം പറഞ്ഞ് സത്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് സത്യസന്ധമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ സ്വതന്ത്രരായിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലരുടെയും അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സ്വതന്ത്രരാണെന്ന് പറയുമ്പോഴും എന്തൊക്കെയോ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആരൊക്കെയോ നമ്മളുടെ യജമാനന്മാരായിട്ട് നമ്മളെ അവരോധിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കർത്താവ് പറയും, സത്യത്തിന് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പറ്റും. സത്യത്തിന് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പറ്റും. സത്യം തന്നെയായ ആ തമ്പുരാൻ്റെ മുൻപിലെ ജീവിതം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് പറയുന്നൊരു ഉറപ്പുണ്ട്, ഞാൻ നിങ്ങളെ ദാസന്മാരായിട്ടല്ല പരിഗണിക്കാൻ പോകുന്നേ, സ്നേഹിതന്മാരായിട്ടാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായിട്ട് ഈ ലോകത്തെ ജയിച്ച മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമുക്ക് പരമാധികാരത്തിൻ്റെ ഓർമ്മയുടെ ദിനത്തിൽ നമുക്ക് കിട്ടുക. ശരിക്കും ഓരോ രാഷ്ട്രവും പരമാധികാരം കൈയാളുന്നത് പോലെ ഓരോ മനുഷ്യനും തങ്ങളുടെ ആത്മാവിൻ്റെ അധികാരിയായിരിക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മളിങ്ങനെ അടിമകളായിട്ട് ജീവിക്കേണ്ടവരല്ല. ഏത് വിധത്തിൽ നോക്കിയാലും ക്രിസ്തു തൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയണത്. എപ്പോഴും തൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയണത്. ആ രാജ്യത്തിൽ നമുക്കുള്ള അവകാശത്തെക്കുറിച്ചും അവിടെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭവനങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. പൗലോസ് അപ്പോസ്തലനാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങളിനി അടിമകളല്ല, നിങ്ങൾ മക്കളാണ്. നിങ്ങളിനി അടിമകളല്ല, മക്കളാണ്. മക്കളാണെങ്കിൽ അവകാശികളുമാണ്. ക്രിസ്തുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. കർത്താവ് നമ്മളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് അവിടുന്ന് നമ്മളെ അവരോധിച്ചു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനുള്ളതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ഇങ്ങനെ സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് രാജകുമാരികളായിട്ട് ജീവിക്കാൻ നിയോഗമുള്ള മനുഷ്യർ ഇപ്പോഴും എന്തിൻ്റെയൊക്കെ അടിമകളാണ്. ഈ പരമാധികാര ദിനത്തിൻ്റെ ആഘോഷങ്ങളിൽ മറന്നു പോകാൻ പാടില്ലാത്ത, തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ എന്തിൻ്റെയെങ്കിലും അടിമയാണോ എന്നുള്ളത്. സ്വർഗത്തിൻ്റെ അവകാശിയായ ഞാൻ ഈ ലോകത്തിൽ ഒരാളുടെയും അടിമയായി ഓച്ചാനിച്ച് നിൽക്കേണ്ടവരല്ല. നിയമങ്ങള് എതിർക്കാനല്ല പറയണത്, നേരെ മറിച്ച് നിയമങ്ങൾക്കുമേൽ എൻ്റെ ജീവിതത്തിൻ്റെ അധികാരം കടിഞ്ഞാണ് എൻ്റെ കയ്യിലുണ്ടാവണമെന്നുള്ളതാണ്. സെമിനാരിയിൽ വെച്ച് ഓർക്കുന്നുണ്ട്, 6 മണി മുതൽ 6:30 മുതൽ 8 മണി വരെ സ്റ്റഡി ടൈമാണ്. നമുക്കങ്ങനെ പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ നിർബന്ധിച്ച് എന്തിനാ പഠിപ്പിക്കണമെന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ആ സമയത്ത് ഒരച്ഛൻ ധ്യാനത്തിന് വന്നിട്ട് പറയുന്നു, 6:30 മുതൽ 8 മണി വരെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. 6 മണി വരെ തുടങ്ങി 8 മണി വരെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ ആ 6:30 തുടങ്ങി 8 മണി വരെയുള്ള 1.5 മണിക്കൂറിൽ എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ. ഇങ്ങനെയാണ് നിയമങ്ങളെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇത് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതെന്ത് മനോഭാവത്തോടുകൂടെ ഏത് രീതിയിൽ അത് പാലിക്കണമെന്നുള്ളത് നമ്മുടെ ചിന്തയാണ്. കാർഡ് നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിട്ടുണ്ട്, ഒരു ചീട്ടുകളിയിലെ കാർഡ്സ് നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏത് കൈ കളിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഭാരതീയ തത്വശാസ്ത്രമാണ്, തത്വചിന്തയാണിത്.
ഒരു ജീവിതം ഒരു കാർഡ് പ്ലേ പോലെയാണ്. അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. കാർഡ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, അത് ഓൾറെഡി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുക, വിതരണം ചെയ്യപ്പെട്ടിരിക്കുക. പക്ഷെ ഏത് കൈ കളിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സ്വതന്ത്രരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഈ ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടാലും ഒരാളെ അടിമയാക്കാൻ പറ്റില്ല. അയാളെ മനസ്സ് മടുക്കാത്തിടത്തോളം കാലം അയാൾ സ്വതന്ത്രനാണ്. കർത്താവെ, ഞങ്ങളെ സ്വതന്ത്രരായി ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ആരുടെയും അടിമകളാവാതിരിക്കാൻ, ഒന്നും ഞങ്ങളെ നിയന്ത്രിക്കാതിരിക്കാൻ, ഒരാളുടെയും ദാസന്മാരായിരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് അങ്ങ് ഈ ഒരു ബോധ്യം തരണമേ എന്ന്. സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന്, ഞങ്ങൾ അങ്ങയുടെ കൂട്ടവകാശികളാണെന്ന്, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ചിന്ത തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവിനെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ടാണ്, നമ്മളുടെ അമ്മയെ നമ്മൾ വണങ്ങുക. അമ്മ രാജ്ഞിയാണെങ്കിലും മക്കൾ രാജകുമാരന്മാരും കുമാരിമാരും, ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾ റോയൽ ഹെറിറ്റേജ് ഉള്ള മനുഷ്യരാണ്. ശരിക്കും അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോഴും എന്തിൻ്റെയൊക്കെയോ ആരുടെയൊക്കെയോ അടിമടി. ഇത് ആവർത്തിച്ച് പറയണത് അതിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ജീവിച്ചാൽ പോരാ, സ്വതന്ത്രരായേ പറ്റുള്ളൂ. കാരണം നമ്മൾ അവകാശികളാണ്, സ്വർഗത്തിൻ്റെ അവകാശികളാണ്. കർത്താവെ, ആ മഹത്വത്തോടുകൂടി തന്നെ ജീവിക്കാൻ, ആ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ, ഞങ്ങളുടെ ലൈഫൊക്കെ ആ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരാളുടെയും അടിമയായി പോവാതെ ഇങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകളോടും സ്വതന്ത്രമായിട്ടുള്ള മനസ്സോടും കൂടെ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ, സ്വർഗത്തിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ ജീവിക്കാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരാളും നമ്മളെ അടിമകളാക്കാതിരിക്കട്ടെ, പാപം ചെയ്ത് സാത്താൻ്റെ അടിമയാവാതിരിക്കട്ടെ എന്ന വലിയൊരു പ്രാർത്ഥന കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായി, സ്വതന്ത്രരായി അവകാശികളായി ജീവിക്കാനായിട്ടുള്ള വെളിച്ചം തരണേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുറ്റും. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഡ്രസ്സ് ചോദിക്കുമ്പോൾ കെയർ ഓഫ് സ്വർഗം എന്ന് വെക്കുന്ന പിള്ളേരുണ്ട് പരിചയത്തില്. കെയർ ഓഫ് സ്വർഗം, ഹെവൻ. അവരുടെയൊക്കെ ചിന്തകളുടെ ഒരു ഔന്നത്യം ഓർക്കാറുണ്ട്. അവരുടെ ലൈഫിൽ അവരെത്രമാത്രം അഭിമാനിക്കുന്നുണ്ടെന്ന് സന്തോഷത്തോടു കൂടെ ചിന്തിക്കാറുണ്ട്. കെയർ ഓഫ് ഹെവൻ, കെയർ ഓഫ് സ്വർഗം. കർത്താവെ, ഞങ്ങളെ ആ ഒരു തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വിശ്രമത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.